ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഉദിതനായ യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മെയ് 30 വെള്ളിയാഴ്ച തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വ്യാഴാഴ്ചയിൽ അതേ തീമ തന്നെയാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കുക. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പക്ഷെ ഞാൻ വിചിന്തനത്തിനായി തിരഞ്ഞെടുക്കുക സുവിശേഷ ഭാഗത്തിലെ അവസാനത്തെ ഒരു സെന്റൻസാണ്. ഇപ്രകാരമാണത്: അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. തങ്ങളുടെ ഗുരുവായ യേശുവിന്റെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുന്ന ശിഷ്യന്മാരിലേക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ വീശിക്കൊണ്ട് ഉദിതനായ യേശു തിരികെ വരുമ്പോൾ അന്ന് ശിഷ്യർ യേശുവിനോട് ഒന്നും ചോദിക്കുകയില്ലെന്നാണ് സുവിശേഷം പറയുക. ഈ ഉത്സവങ്ങളുടെ ആരംഭങ്ങളിലും തിരക്കിലുമൊക്കെ പെട്ട് ഇങ്ങനെ പിഞ്ചുകുട്ടികൾ മാതാപിതാക്കൾ കൈവിട്ടു പോകും. ഒറ്റയ്ക്ക് അവരെ കരുതുന്ന ഈ ഓരോ കുട്ടികളും ആഗ്രഹിക്കുക സ്വന്തം അപ്പൻ്റെയും അമ്മയുടെ മുഖം ഒന്ന് കാണാനാണ്. അവർക്ക് ആ നിമിഷം മറ്റൊന്നും വേണ്ട. ഒന്ന് അപ്പനെയോ അമ്മയോ കണ്ടാൽ മതി. കണ്ടാൽ അവർ 10 മടങ്ങ് ശക്തിയോടെ ഓടി അവരെ ഇറുക്കി കെട്ടിപ്പിടിക്കും. അവിടെ ശകാരമോ വാദോരാതെയുള്ള സംസാരമോ ഇല്ല. മൗനം അവിടെ സംസാരിക്കും. ഈ ഒരു പ്രക്രിയ തന്നെയാണ് ശിഷ്യരുടെ കാര്യത്തിലും. ഉദിതനായ യേശുവിനെ കാണുന്ന മാത്രയിൽ അവർക്കിടയിൽ സംസാരിക്കുക മൗനം മാത്രമായിരിക്കും. മൗനമാർന്ന അന്നോട്ടം അവർക്കിടയിൽ യേശുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം രൂപപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്തൊന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. യേശുവിനൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ വളർന്നിട്ടുണ്ടോ? ജീവിതത്തിൽ അത്ഭുതം നടക്കാനാണോ അതോ യേശുവിനൊന്നറിയാനോ അനുദിനവും നാം പ്രാർത്ഥിക്കുക? എൻ്റെ ഇടവക പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നൊവേനകളുണ്ട്. വിശ്വാസികളിൽ പലരും തിരുഹൃദയനാഥന് നിയോഗങ്ങൾ വെച്ച് മുടങ്ങാതെ നവനാൾ നൊവേനകൾ കൂടാറുണ്ട്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 9 വെള്ളിയാഴ്ചകളുടെ നൊവേനകൾ യാതൊരു തടസ്സവുമില്ലാതെ കൂടുന്ന രീതി. ഇടയ്ക്ക് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ നവനാൾ നൊവേന മുഖേന നിയോഗം സഫലമായാൽ അവിടെ വെച്ച് തീരുമ്പോൾ ഇവരുടെ യേശുമായിട്ടുള്ള ഈ ഒരു ആത്മബന്ധം ഇനി മറ്റു വെള്ളിയാഴ്ചകൾ ഇവർ വരില്ലേ എന്ന ചിന്ത ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. കാര്യസാധ്യത്തിന് മാത്രമാണോ ഞാനും നീയുമൊക്കെ ഈശോയെ സമീപിക്കുകയും? പത്രോസിനെ ധ്യാനിക്കാം. ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ ഗുരുമൊഴി അനുസരിച്ച് ഗലീലി തടകാത്ത പോലെ വലിയെറിഞ്ഞപ്പോൾ കിട്ടിയ മത്സ്യസമൃദ്ധിയിൽ അതിശയിച്ചു പോയവനാണവൻ. യേശുവിനോട് ചേർന്ന് നിന്നാൽ കൂടുതൽ കിട്ടുമെന്ന മോഹമായിരിക്കണം ഒരു പക്ഷേ അവനെ ആദ്യം എല്ലാം വിട്ടുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ പ്രേരിപ്പിച്ചത്. ആ വ്യാമോഹം പിന്നീട് ഒരിക്കലും ഇങ്ങനെ മറന്നേക്ക് പുറത്തു വരുന്നുണ്ട്. എല്ലാം വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഇനി ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നതിലൂടെ നേട്ടങ്ങൾ മനക്കോട്ട കണ്ടുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ പാതയിലേക്ക് വരുന്നതെങ്കിൽ ചില നിർണായക നിമിഷങ്ങളിൽ നമ്മളും ഈ പത്രോസിനെ പോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥന ജീവിതത്തെ നമുക്കൊന്നും അഭിമുഖീകരിക്കാം. കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥ ഓർമ്മ വരുന്നു. ഒരു കൊട്ടാരത്തിൽ രാജാവിനെ കാണാൻ കുറച്ച് കുട്ടികൾ വന്നു. കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന രാജാവിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം നൽകണമെന്ന് തോന്നി. രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അല്പസമയം നൽകാം. ഈ ചുരുങ്ങിയ സമയത്ത് ഈ കൊട്ടാരത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തൊടാൻ സ്വന്തമാക്കാം. കുട്ടികൾക്ക് ഏറെ സന്തോഷമായി. നിശ്ചിതമായ സമയം ആരംഭിച്ചപ്പോൾ കുട്ടികളിങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ തൊട്ട് സ്വന്തമാക്കുകയാണ്. പക്ഷെ ഒരു കുട്ടി മാത്രം ഒന്നിനെയും തൊടാതെ ഇങ്ങനെ മാറി നിന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ നൽകിയ നിശ്ചിത സമയം തീരാറായപ്പോൾ അവൾ ഓടി വന്ന് രാജാവിനെ തൊടുന്നു. വളരെ അതിശയം തോന്നിയ രാജാവ് അവളോട് എന്തുകൊണ്ട് തന്നെ തൊട്ടു എന്ന് ചോദിക്കുന്നു. അതിനവൾ നൽകിയ മറുപടി വളരെ രസകരമാണ്. നിശ്ചിത സമയത്തിൽ തൊടുന്നതെന്തും സ്വന്തം. ഞാൻ രാജാവിനെ തൊട്ടു. രാജാവും രാജ്യവും ഈ കാണുന്ന കൊട്ടാരവും എനിക്ക് സ്വന്തം. പ്രിയപ്പെട്ടവരെ, മറ്റു കുട്ടികൾ പലതും ഓടി നടന്ന് സ്വന്തമാക്കാൻ കഠിനമായി പരിശ്രമിച്ചപ്പോൾ ആ സൗഭാഗ്യവും അതിലുപരിയും ഒരൊറ്റ സ്പർശനം കൊണ്ട് സ്വന്തമാക്കിയവളാണ് കഥയിലെ സമർത്ഥയായിട്ടുള്ളൊരു കുട്ടി. പത്രോസിൻ്റെ ജീവിതത്തിൽ നാം ധ്യാനിച്ചത് നേട്ടങ്ങളുടെ മനക്കോട്ടയെ മുൻനിർത്തിക്കൊണ്ടാണെങ്കിൽ ഈ കഥയിൽ നാം ധ്യാനിക്കുക ഈ കുട്ടിയുടെ സമർത്ഥതയാണ്. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന മേഖലയിൽ ഈ മറ്റു കുട്ടികളെ കണക്കാണ്. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കാനാണ്, സ്വന്തമാക്കാനാണ് നാം നെട്ടോട്ടമോടുക. എന്തുകൊണ്ട് ഈ സമർത്ഥിയായ ആ കുട്ടിയെപ്പോലെ എല്ലാറ്റിൻ്റെയും നാഥനായ യേശുവിനെ നാം സ്വന്തമാക്കിക്കൂടാ? അപ്രകാരം നാം യേശുവിനെ സ്വന്തമാക്കിയാൽ അവിടെ പിന്നെ അപേക്ഷകളില്ല, നിലവിളികളില്ല, ചോദ്യങ്ങളില്ല. ഞാനും യേശുവും മാത്രമുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം. നിന്നെ അറിയുന്ന നിന്റെ യേശു അപേക്ഷകളില്ലാതെ നിന്റെ നിയോഗങ്ങൾ സാധിച്ചു തരും. നീ ചെയ്യേണ്ടതും അവൻ ആഗ്രഹിക്കുന്നതും നിന്നിൽ നിന്ന് ഒന്ന് മാത്രം. ചോദ്യങ്ങളില്ലാതെ, ചാഞ്ചാടുന്ന ഹൃദയമില്ലാതെ അവനെ നിരന്തരമായി സ്നേഹിക്കുക, അവനിൽ വിശ്വാസം അർപ്പിക്കുക. ഇവിടെ നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല യേശുവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. മറിച്ച് ഇവിടെ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നേട്ടങ്ങൾ ഇങ്ങനെ വന്ന് ചേരുകയാണ്.
ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് ഉണരാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.